ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാലോ, 2025 G7 ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ആൽബർട്ടയാണോ? കാനഡയിലെ ആൽബർട്ടയിലാണ് 2025 G7 ഉച്ചകോടിയുടെ വേദി. ഇനി വെണ്ണക്കല്ലിൻ്റെ പ്രേമകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിർമ്മിതിയാണ് താജ്മഹൽ. വെണ്ണക്കല്ലിൻ്റെ പ്രേമകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിർമ്മിതിയാണ് താജ്മഹൽ. കാലത്തിൻ്റെ കവിൾത്തളത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറാണ് കാലത്തിൻ്റെ കവിൾത്തളത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത്. ദേശീയ സെൻസസിനൊപ്പം ജാതീയ സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. ദേശീയ സെൻസസിനൊപ്പം ജാതീയ സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. ഇനി 50ാമത് ചീഫ് സെക്രട്ടറിയായിട്ട് കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറിയെ നിയമിച്ചതാണ് ഡോക്ടർ ജയ്തിലകിനെയാണ് 50ാമത് ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചത്. പട്ടിക വിഭാഗങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിന് സേഫ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. സുരക്ഷിതമായതും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയതുമായ ഭവനങ്ങളൊരുക്കാൻ പട്ടിക വിഭാഗ കുടുംബങ്ങളെ പര്യാപ്തമാക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന ഭവന പൂർത്തീകരണ പദ്ധതിയാണ് സേഫ് എന്ന് പറയുന്നത്. പട്ടിക വിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനുള്ള സേഫ് പദ്ധതി. സുരക്ഷിതമായതും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയതുമായ ഭവനങ്ങളൊരുക്കാൻ പട്ടിക വിഭാഗ കുടുംബങ്ങളെ പര്യാപ്തമാക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പൂർത്തീകരണ പദ്ധതിയാണ് സേഫ്. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ് പദ്ധതി എന്നാണ് സേഫിൻ്റെ ഫുൾ ഫോം. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ് പദ്ധതി അതാണ് സേഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2010 ഏപ്രിൽ 1 ശേഷം പൂർത്തീകരിച്ച ഭവനങ്ങളാണ് സേഫിൽ പരിഗണിക്കുക. 2010 ഏപ്രിൽ 1 ശേഷം പൂർത്തീകരിച്ച ഭവനങ്ങളാണ് സേഫിൽ പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ഫെസിലിറ്റീസ് ഒരുക്കുക എന്നുള്ളതാണ് ഈ സേഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെൻറ്റ് പദ്ധതി എന്നാണ് സേഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കാതെ ചിലപ്പം ചോദിക്കാം. ഇതുകൂടി ഓർത്തിരിക്കുക. 2010 ഏപ്രിൽ 1 ശേഷം പൂർത്തീകരിച്ച ഭവനങ്ങളാണ് സേഫിൽ പരിഗണിക്കുക. അല്ലാത്ത ഭവനങ്ങൾ അതിന് മുമ്പ് പൂർത്തീകരിച്ച ഭവനങ്ങളാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതിൽ പരിഗണിക്കില്ല. അതുകൂടി ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ തിയേറ്റർ നിലവിൽ വന്നത് JC ഡാനിയൽ ഓപ്പൺ തിയേറ്ററാണ്. JC ഡാനിയൽ ഓപ്പൺ തിയേറ്ററാണ്. ഇത് നെയ്യാറ്റിൻകരയാണ് നിലവിൽ വന്നത്. എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് കൂടെ ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ തിയേറ്റർ നിലവിൽ വന്നത് JC ഡാനിയൽ ഓപ്പൺ തിയേറ്റർ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഓപ്പണായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ. അതായത് എല്ലാവർക്കും വന്നിരുന്ന് കാണാം. ഒരു സ്റ്റേഡിയത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ തിയേറ്റർ നിലവിൽ വന്ന JC ഡാനിയൽ ഓപ്പൺ എയർ തിയേറ്ററാണ്. ഇത് നെയ്യാറ്റിൻകരയാണ് നിലവിൽ വന്നത്. അതുകൂടി ഓർത്തിരിക്കുക. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോൻത. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോൻത. പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ്. പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡാണ്. തായ് ഭാഷകളിൽ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മോൻത എന്നതിൻ്റെ അർത്ഥം. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോൻത. പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. തായ് ഭാഷയിൽ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മോൻത എന്ന വാക്കിൻ്റെ അർത്ഥം. അത്രയും പഠിച്ചു വയ്ക്കുക. പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഓർത്തിച്ച് പഠിക്കുക.